CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഇന്ന് KPCCയുടെ വേദിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഗുരുദേവൻ ഗാന്ധിജി സമാഗമ ശതാബ്ദി സ്മാരക സമ്മേളനത്തിലാണ് ജി സുധാകരൻ പങ്കെടുക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പമാണ് ജി സുധാകരൻ വേദി പങ്കെടുക്കുക. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, നമുക്കറിയാം ജി സുധാകരൻ അടുത്ത കാലത്ത് അദ്ദേഹം പറയുന്നതൊക്കെ തന്നെ CPMന് അപ്രിയമായി വരുന്നുണ്ട്. അദ്ദേഹത്തെ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നും CPM പങ്കെടുപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടത്തിയിട്ട് പോലും അദ്ദേഹത്തെ അങ്ങോട്ടേക്കൊന്നും ക്ഷണിച്ചു പോലുമില്ല. മുൻ മന്ത്രിയാണ്, ആ പാർട്ടിയുടെ പ്രമുഖ നേതാവാണ്. പക്ഷേ ഇന്ന് പാർട്ടിയിൽ നിന്നും അവഗണന നേരിടുകയാണ്. അപ്പോഴാണ് KPCCയുടെ വളരെ പ്രധാനപ്പെട്ട ശിവഗിരിയിൽ ഗാന്ധിജിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ശതാബ്ദി സ്മാരക സമ്മേളനത്തിൽ ജി സുധാകരൻ പങ്കെടുക്കുന്നു എന്നുള്ളത്. കോൺഗ്രസ് വേദിയിൽ ജി സുധാകരൻ പങ്കെടുക്കുന്നു. ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതൊന്നും വലിയ വാർത്തയില്ല. പക്ഷേ ജി സുധാകരൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഒരു പ്രധാന വാർത്തയായി മാറുന്നുണ്ട്. വിനീഷ് ചേരുന്നു. അങ്ങനെയല്ലേ വിനീഷ്? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജി സുധാകരൻ CPMുമായി വലിയ ഒരു സ്വരച്ചേർച്ചയിലല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണോ ജി സുധാകരൻ നേരിട്ട് ഇപ്പോൾ KPCC പങ്കെടുപ്പിക്കുന്ന പരിപാടിയിൽ അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി പങ്കെടുപ്പിക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന പരിപാടിയിൽ നേരിട്ടെത്തുന്നു? പ്രത്യേക ക്ഷണിതാവായാണ് അദ്ദേഹം പരിപാടിയുടെ ഭാഗമാകുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിൽ രാഷ്ട്രീയ ചർച്ചകൾ ഏറെയാണ്. ജി സുധാകരന്റെ നിലപാട് ഏത് തരത്തിലേക്കാണ്, അത് കോൺഗ്രസ് ചായ്വിലേക്ക് നീങ്ങുന്നു എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ CPMനുള്ളിൽ ഒരു വിഭാഗം നടത്തുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് കിട്ടിയ തക്കത്തിന് ജി സുധാകരനെ ഒപ്പത്തോടൊപ്പം ചേർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ തന്നെ മുതിർന്ന മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, ഒപ്പം തന്നെ CPMലെ മുതിർന്ന ഒരു നേതാവാണ്. ആ നേതാവിനെ തങ്ങളോടൊപ്പം കൂട്ടത്തു പിടിച്ചാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ഏറെ ഗുണം ചെയ്യും എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിലുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ജി സുധാകരനെ ഏത് തരത്തിലെങ്കിലും തങ്ങളുടെ ഈ പരിപാടി ഗാന്ധിജി സമാഗമ ശതാബ്ദി സ്മാരക ദിനത്തിലുള്ള പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാനായി എത്തിക്കുന്നത്. വൈകുന്നേരം നടക്കുന്ന പരിപാടി തിരുവനന്തപുരത്താണ് നടക്കുന്നത്. വൈകുന്നേരം 4:30 പരിപാടി ആരംഭിക്കുന്നത്. ഇനി ജി സുധാകരൻ വേദിയിലേക്ക് നേരിട്ട് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന വേദിയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സുധാകരൻ എത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നതും ഒപ്പം സുധാകരന്റെ അടുത്ത വൃത്തങ്ങളും വ്യക്തമാക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. എന്തായിരുന്നാലും ഏറെ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു സംഗമത്തിന് തന്നെയാണ് ഇന്ന് വേദിയാകുന്നത്, തിരുവനന്തപുരത്ത് വേദിയാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ ചർച്ചകൾ ഒരു ഭാഗത്ത് സജീവമായി തകൃതിയായി നടക്കുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഇതിനെല്ലാം തന്നെ ഒരു മുതൽക്കൂട്ടാകുന്ന തരത്തിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഏത് വിധേനയും ജി സുധാകരനെ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. എന്തായിരുന്നാലും ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം പരിപാടിയുടെ ഭാഗമാകാം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജി സുധാകരനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CPMന്റെ ചില കേന്ദ്രങ്ങൾ സുധാകരൻ പങ്കെടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം സുധാകരനോട് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെയാണ് നിലവിൽ ഏറെ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പൊതുവേദിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേരിട്ട് നടത്തുന്ന ഒരു പൊതുപരിപാടിയുടെ ഭാഗമാകാൻ ജി സുധാകരൻ CPMന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് അല്ലെങ്കിൽ CPMന്റെ ഏറ്റവും മുതിർന്ന നേതാവ് കോൺഗ്രസിന്റെ വേദിയിലേക്ക് എത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് ഒരു പരിപാടിയുടെ ഭാഗമായി എത്തുന്നെങ്കിൽ പോലും അതിൽ രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ് എന്നതാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. വിനോദ്, അതെ, രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ള ഒരു സംഭവം തന്നെയാണ് എന്ന് വിനീഷ് സൂചിപ്പിക്കുന്നു. നേരത്തെ ജി സുധാകരൻ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കുന്നു. പിന്നീട് അദ്ദേഹം അത് പിന്നീട് ഒരു അവസരമാകാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു. ഒരു ഭാഗത്ത് ശശി തരൂരിനെ അടർത്താൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് ഇവിടുത്തെ അസ്വസ്ഥരെ അടർത്തി അവരുടെ പരിപാടികളൊക്കെ കൊണ്ടുപോകാൻ കോൺഗ്രസും ശ്രമിക്കുകയാണ്. ഇതൊക്കെ ഏത് ഘട്ടത്തിൽ വരെ എത്തി നിൽക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ജി സുധാകരൻ വരുമോ ഇല്ലയോ, എന്നാൽ അവിടെ എന്ത് പ്രസംഗിക്കും, വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നതിന് ശേഷം എന്ത് പ്രസംഗിക്കും, എന്ത് പറയും, എന്ത് നിലപാടെടുക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ പ്രധാനമാണ്. തീർച്ചയായും.